സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗിരീഷും സിദ്ധാർത്ഥൻ സാറും അതുപോലെ ഹരിസാറും ദേവികയും എല്ലാവരും അറിഞ്ഞിട്ടാണ് നന്ദനെ ഇപ്പം മാറ്റി നിർത്തിയിരിക്കുന്നത്. അവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു തിരിച്ചടിയാണ് ബെല്ലയ്ക്കും കെവിനും അതുപോലെ തന്നെ ഋഷിക്കും പാപ്പനും ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് രജനിയോ അല്ലെങ്കിൽ മുരളിയോ ആരെങ്കിലും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും രജനിക്കും ഭാർഗവി ആൻറ്റിക്കൊക്കെ മനസ്സിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവുള്ളവരല്ല. അവർ വഴി ഇനി മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ഈ നടത്തുന്ന നീക്കത്തിനൊന്നും ഒരു ബലവും അർത്ഥവും ഇല്ലാണ്ടാവും. പക്ഷേ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്തിൻ്റെ പേരിനാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം. അതിന് നന്ദനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ഒരു ആയുധമായിട്ടാണ് അവരെല്ലാം കണക്കാക്കുന്നത്. അതിനിടയ്ക്ക് മുരളിയോട് പോലും സത്യങ്ങൾ തുറന്നു പറയുന്നില്ല. രജനിയെ മനഃപൂർവ്വം ചന്ദ്രോത്തേക്ക് പറഞ്ഞയക്കുന്നതുമില്ല. ചന്ദ്രോത്ത് എന്ന് ബഹളം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രഭാവതി ആൻറ്റിയെ വിഷമിപ്പിക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മയും കൂടി പറയുന്നുണ്ട്, എന്തായാലും അവളുടെ ഒരു ആവശ്യമല്ലേ. ഈ സമയത്ത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മളെക്കായും കൂടുതൽ മകളും അമ്മയും സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് രണ്ടുപേർക്കും ഒരല്പ സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് നീ രജനിയെ തടയണ്ട എന്ന് പറയുന്നത് കേട്ട് അവസാനം ഗിരിയും സമ്മതിക്കുന്നുണ്ട് വൈകുന്നേരം ചന്ദ്രോത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന്. അങ്ങനെ വൈകുന്നേരം ചന്ദ്രോത്ത് ചെല്ലുന്ന രജനിയാണെങ്കിൽ പ്രഭാവതിയെ കണ്ടതും വാ വിട്ട് നിലവിളിക്കുന്നു. അപ്പം ഗിരി ചോദിക്കുന്നുണ്ട്, ഇത് കാരണം ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാത്തത്, ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞതൊക്കെ മറന്നോ? അല്ല ഗിരി, എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തും. പോലീസ് കേസ് കൊടുത്തിട്ട് എന്തായി? അച്ഛൻ എന്ത് പറയുന്നു? എനിക്കറിയില്ല മോളെ, അവർ ചുമ്മാ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തെളിവെടുപ്പിന് വേണ്ടി എന്ന് പറഞ്ഞു വന്നു. അതിനിടയ്ക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടായി. മറ്റൊരു പ്രശ്നമോ? ദേവിക വല്ലതും പറഞ്ഞിരുന്നോ? അതല്ല മോളെ, അരുന്ധതി നന്ദനെ തേടി ഇവിടേക്ക് വന്നിരുന്നു. നമ്മളെല്ലാവരും കൂടി മനഃപൂർവ്വം അവനെ ഒളിപ്പിച്ചു വച്ചേക്കുക. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് പറ്റിച്ചതാണ് പോലും. അന്നേരം ഗിരി ചോദിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി പറയണം, ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? അന്നേരം രജനിയും പറയുന്നു, അത് തന്നെ ഞാനും ആലോചിക്കുന്നേ, അവരെന്തിനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് അല്ലെങ്കിലും സംശയമുണ്ട് അവരെ. അവരും അവരുടെ മകൻ്റെ സുഹൃത്തുക്കളും കൂടി ചേർന്നാണോ പാവം നന്ദനെ തട്ടിക്കൊണ്ടുപോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മുമ്പൊരിക്കൽ നന്ദനെ വഴിയിൽ വെച്ച് ആക്രമിക്കുന്ന സമയത്തല്ലേ ദേവികയുടെ അച്ഛൻ ഇടയ്ക്ക് കയറി ദേവികയുടെ അച്ഛന് അടി കിട്ടിയത്? അതുതന്നെയാണ് മോളെ എൻ്റെയും പേടി. ഞാൻ ഇന്നലെയാണെങ്കിൽ ഒരു ദുസ്വപ്നവും കണ്ടു, നന്ദനെ ഋഷിയുടെ കൂട്ടുകാർ അപായപ്പെടുത്തുന്നത് പോലെ. എനിക്കത് ആലോചിച്ചിട്ട് യാതൊരു സമാധാനവും ഇല്ല. സിദ്ധുവിനോട് പറയുമ്പോൾ സിദ്ധു ആണെങ്കിൽ നിസാരം പോലെ പറയുന്നു, നന്ദനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ. ഹരിസാറും അതുപോലെ ദേവികയും കൂട്ടിക്കൊണ്ടുവരും, അവർ പറയുന്നത് വിശ്വസിക്കണമെന്ന്. പക്ഷേ എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കേട്ടിട്ട് ഗിരിയും പറയുന്നുണ്ട്, ആൻറ്റി എന്തായാലും സമാധാനപ്പെടുക, അവരെന്തായാലും വാക്ക് തന്നിട്ടില്ലേ, അതുപോലെ കൊണ്ടുവന്നിരിക്കും നന്ദനെ. വാക്ക് ആർക്കെന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? ആ ദേവിയേക്ക് നന്ദനെ കാണാനില്ല എന്നുള്ളൊരു യാതൊരു കൂസലുമില്ല. അവൾ പഴയതുപോലെ അവളുടെ മീറ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഭർത്താവിനെ നഷ്ടമായ ഒരു ഭാര്യയുടെ യാതൊരു വിഷമവും അവളുടെ മുഖത്തില്ലെന്നാ പലരും പറഞ്ഞു കേട്ടത്. നീ നേരിട്ട് കണ്ടോ? ഇല്ലല്ലോ, പിന്നെ കാണാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? ദേ രജനി, ചുമ്മാ അനാവശ്യങ്ങളൊന്നും പറയരുത് ദേവികയെ പറ്റി എന്ന് ഗിരിയാണെങ്കിൽ വിലക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ചന്ദ്രോത്ത് വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി നന്ദൻ ചന്ദ്രോത്ത് തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് തിരികെ ചെല്ലുന്നു. അമ്മ എന്ത് വിവരാ പറയാൻ പോകുന്നേ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഋഷിയും കെവിനും ബെല്ലയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അവർ അരുന്ധതിയോട് പല ചോദ്യങ്ങളും മാറി മാറി ചോദിക്കുന്നു. നന്ദനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? അവൻ അവിടെ തന്നെ ഉണ്ടോ? അവൻ അവിടെ ഇല്ലെന്ന് മാത്രമല്ല, മകനെ കാണാനില്ലാത്ത ഒരമ്മയുടെ എല്ലാ വേവലാതിയും പ്രഭാവതിയുടെ മുഖത്ത് ഞാൻ ഇന്ന് കണ്ടു. എൻ്റെ മകനെ കാണാനില്ല, അല്ലെങ്കിൽ എൻ്റെ മകന് ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും എനിക്കിത്രയും സങ്കടമില്ല എന്ന് ഹരിയും മറ്റുള്ളവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇന്ന് പ്രഭയുടെ മുഖത്ത് മകനെ കാണാനില്ലാത്ത ഒരു അമ്മയുടെ എല്ലാ വേവലാതിയും കണ്ടു. അവരറിഞ്ഞുകൊണ്ടല്ല എന്തായാലും നന്ദനെ അവിടുന്ന് മാറ്റിയിരിക്കുന്നത്. ഇനി മിക്കവാറും നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവനെ ടോർച്ചർ ചെയ്തത് കാരണം അവൻ ഈ നാട് വിട്ടു പോയോന്നാണ് എൻ്റെ പേടി, സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഏത് പാതാളത്തിൽ പോയി അവൻ ഒളിച്ചാലും അവനെ കണ്ടെത്തി അവൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന് ഋഷിയാണെങ്കിൽ ആക്രോശിക്കുന്നു. ദേ ചുമ്മാ ഋഷി, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതിനിടയ്ക്ക് നീ മാത്രം നിൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പാടില്ല. നന്ദനെ അപായപ്പെടുത്തുന്ന കാര്യമായാലും നന്ദനെ ചോദ്യം ചെയ്യുന്ന കാര്യമായാലും
നന്ദൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്നത് എനിക്ക് സഹിക്കാനാകില്ലെന്ന് ബെല്ലയും പറയുന്നുണ്ട്. എന്തായാലും ഋഷിയും ബെല്ലയും തമ്മിൽ ഉടക്കിയിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ അരുന്ധതിക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു.